വളരെ വ്യക്തമാണ്. ബി.ജെ.പി കേഡറുകളുടെ ഇടയിൽ പൊതുവെ ശോഭാ സുരേന്ദ്രൻ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ആക്ഷേപം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷമം, ശോഭാ സുരേന്ദ്രനെ കൃത്യമായിട്ട് മത്സരിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മണ്ഡലം അവർ കൊടുക്കുന്നില്ല. അവിടെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് അവരെ അനുവദിക്കുന്നില്ല. അതുവഴി അവർക്ക് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് പാർട്ടി തന്നെ അവർക്ക് തടസ്സം നിൽക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പലപ്പോഴും ഒരു ട്രാവലിംഗ് കാൻഡിഡേറ്റ് എന്ന രീതിയിലാണ് ശോഭാ സുരേന്ദ്രനെ പറ്റി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയതിനു ശേഷം അവിടെ നിന്ന് വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രം ചെയ്തതിനു ശേഷം തൃപ്തിയായി തിരിച്ചു പോരുക എന്നുള്ള ഒരു രീതിയാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവരുടെ ശക്തി തെളിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം, ബി.ജെ.പിക്ക് വളരെ ഓർഗാനിക് ആയിട്ടുള്ള വളർച്ചയുള്ള ഒരു മണ്ഡലം, തന്നെയുമല്ല ശോഭാ സുരേന്ദ്രനോട് നീതിപൂർവകമായിട്ട് ഒരുപക്ഷെ പാർട്ടി തീരുമാനം എടുത്തു എന്ന് ചിന്തിക്കാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനമാണ് പാലക്കാട്ട് സ്ഥാനാർത്ഥിത്വം നൽകിയതിലൂടെ ബി.ജെ.പി അവിടെ കൊടുത്തിരിക്കുന്നത്.